രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ സെപ്റ്റംബർ 15 മുതൽ അടുത്ത നിയമസഭാ സമ്മേളനം. സെപ്റ്റംബർ 15 ആരംഭിക്കുന്ന സമ്മേളനം 25 ദിവസമാണ് ചേരുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് മാറി പ്രത്യേക ബ്ലോക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കേണ്ടി വരും. 6 മാസത്തിനടുത്ത ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭ ചേരുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, 25 ദിവസം നീളുന്ന സമ്മേളന കാലയളവിന് ഓണത്തിന് ശേഷം തുടക്കമാകുമ്പോൾ ഇപ്പോൾ പാർട്ടി ഓണാവധി കൊടുത്ത് വീട്ടിലിരുത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേക കസേരയിൽ അവിടെ വന്ന് മാറിയിരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന കാഴ്ച. എന്തിനൊക്കെയാണ് സാധ്യത? സുജയ, മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഓണാവധി, കുറെ നീണ്ട ദിവസത്തെ ഓണാവധി രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുമോ? അതല്ല, പ്രതിപക്ഷ നിരയിൽ ഇതുവരെ ഇരുന്ന രാഹുൽ മാങ്കൂട്ടം പ്രത്യേക ബ്ലോക്കിൽ നിയമസഭയിൽ വന്നിരിക്കുമോ എന്നത് അടുത്ത മാസം 15-ാം തീയതി അറിയാം. അടുത്ത മാസം 15 മുതൽ ഒക്ടോബർ 10 വരെയാണ് ഈ നിയമസഭയുടെ അടുത്ത സമ്മേളന കാലയളവ്. സമയവും ഡേറ്റും കാര്യങ്ങളുമൊക്കെ സർക്കാർ ഇതിനകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. 25 ദിവസത്തെ സമ്മേളന കാലയളവ് എന്ന് പറയുമ്പോൾ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭയുടെ അടുത്ത സമ്മേളനം കൂടുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെതിരെ ഈ 6 മാസ കാലയളവിൽ ഉണ്ടായ പല വിഷയങ്ങളിലും വിവാദങ്ങളിലും നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷത്തിനെതിരെ നീക്കങ്ങൾ നടത്തേണ്ടതായിരുന്നു. അതിനവർ തയ്യാറായിരിക്കുകയായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒറ്റ വിവാദം കൊണ്ട് ഇതിനകം വന്ന വീണ വിജയനെതിരായ കേസടക്കമുള്ള പല വിവാദങ്ങളുമുണ്ട്. ഈ വിവാദത്തിലെല്ലാം ഭരണപക്ഷത്തെ ആക്രമിക്കാനല്ല, പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഭരണപക്ഷം തിരിച്ചാക്രമിക്കുമ്പോൾ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷം പോയി എന്നതാണ് ഈ നിയമസഭാ സമ്മേളനം അടുത്തു വരുമ്പോഴുള്ള പ്രത്യേകത. 25 ദിവസം നിയമസഭാ സമ്മേളനം ഉണ്ടാകും. സുജ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.